നീലകണ്ഠനും ഭാനുമതിയുള്ള അത് ശരിക്കും ഞങ്ങളുടെ ജീവിതം തന്നെയാണ് അത് എന്ന് ഞാൻ പല സ്ഥലത്തും ഞങ്ങൾക്കത് തോന്നിയിട്ടുമുണ്ട്. എന്നെയും രാജ്വട്ടിനെയും നോക്കിയിട്ടാണ് രേവതിനെയും മോഹൻലാലിനെയും മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. തിരുനെറ്റിയിലെന്നും സിന്ദൂര രേണുവായി അണിഞ്ഞിരുന്നു എന്ന് രാവണപ്രഭുവില് ആ പാട്ട് എന്റെ പൊട്ട് കണ്ടിട്ട് എഴുതിയതാണ്. ഗിരീഷ് എന്ന് എന്നെ കണ്ടാലും പറയും, ചേച്ചിയുടെ പൊട്ടൊന്നും എനിക്ക് എഴുതണം, ഞാൻ വലിയ പൊട്ടാത്തോടെ. അപ്പൊ ഞാൻ പറഞ്ഞു, നിനക്ക് വേറെ ഒരു പണിയില്ല ഗിരീഷ് എന്ന് ചോദിക്കും. അത് ശരിക്കും എന്റെ പൊട്ട് നോക്കിയിട്ട് കുങ്കുമം തൊടുന്നത് കണ്ടിട്ട് പണ്ടേ അവൻ പറയാറുള്ളത്, പക്ഷെ അത് അവനതിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. എനിക്ക് വന്നതിന് ശേഷം പിന്നെ ഈ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. ഈ വീട്ടിലെ അംഗമായി ഒരു കൊല്ലത്തോളം കഴിഞ്ഞിട്ടാണ് പറയുന്നത്, ഞാനൊരു സാധനം നിങ്ങളുടെ ജീവിതത്തിൽ മോഷ്ടിച്ചിട്ടുണ്ട് എന്ന്. എന്താന്ന് ചോദിച്ചു. അങ്ങനെയാണ് ദേവാസുരത്തിന്റെ സ്ക്രിപ്റ്റ് എനിക്ക്. പക്ഷെ രാജോട്ടൻ പറഞ്ഞത് എന്താ അറിയോ, ലാലിനെ വിളിച്ചിട്ട് സിനിമ കണ്ടിട്ട് നീ എന്നെ നന്നാക്കി എന്നാണ് പറഞ്ഞത്. ഞാൻ ഇതില് മോശക്കാരനായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. ഈ ദേവാസുരവും രാവണപ്രഭുവും ഒക്കെ നമ്മൾ അറിയുമ്പോഴും അതറിയാത്ത ഒരുപാട് കലാകാരന്മാര് ഒരുപാട് കാലമായിട്ട് മുല്ലശ്ശേരി തറവാട്ടിൽ വന്നു പോയതാണ്. സത്യൻ മാഷ്, മധു, അവര് എല്ലാവരും വന്നു പോയിരുന്നതും കൂടി ഒരു സ്ഥലമാണ്. ബാബുക്കയും രാജുവേട്ടനും ദാസേട്ടനും ഇവരെല്ലാരും കൂടി ഒരുമിച്ച് പെടുന്ന ഈ ഹാളിൽ ഇരുന്ന് പണ്ട് ഇങ്ങനെ പാടും. എല്ലാ ഗാനമേളകളുടെയും റിഹേഴ്സൽ ഈ ഹാളിലാണ്. ഈ അടുത്ത കാലത്ത് ഗായകൻ പി ജയചന്ദ്രൻ രവീന്ദ്രൻ മാഷിനെ കുറിച്ച് പറഞ്ഞത്, രവീന്ദ്രൻ മാഷിന് മാഷ് എന്ന് പറയുന്ന പദവി കൊടുക്കാൻ പറ്റില്ല, ഭയങ്കര ദ്രുതതാളത്തിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് മ്യൂസിക് ചെയ്തത് എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞിരുന്നു. ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും പറയാൻ ആളല്ല. എനിക്ക് അതിലുള്ള വിവരം വളരെ 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 ചുരുങ്ങിയ വിവരമാണ്. പിന്നെ ജയേട്ടൻ എന്ന് പറഞ്ഞുള്ള വ്യക്തി, ജയേട്ടനും ഈ കുടുംബത്തിലെ ഞങ്ങളുടെ ഒരു അംഗമാണ്. രാജുവിൻ്റെ ഭാര്യ, മുല്ലശ്ശേരി രാജുവിൻ്റെ ഭാര്യ എന്നുള്ള ആ പദവി, അതിലപ്പുറം എനിക്ക് വേറെ ഒന്നും കിട്ടണ്ടായില്ല. അങ്ങേ അറ്റം ദൈവത്തിനോട് നന്ദി പറയാണ് എനിക്ക് ആ ഒരു തന്നത്. സത്യം, ടു ലവ് എവറിബഡി ഈസ് വെരി ഹാപ്പി, വെരി ഈസി. പക്ഷെ ടു ബി ലവ്ഡ്, നമ്മൾ ഒരാളാൽ സ്നേഹിക്കപ്പെടണം, അതാണ് നമുക്ക് വേണ്ടത്. ലക്ഷ്മി രാജഗോപാലാണ് നമുക്കൊപ്പോൾ. നമസ്കാരം മാം. ഈ മുല്ലശ്ശേരി തറവാട് എന്ന് പറയുന്നത് ഒരുപാട് കലാകാരന്മാരെ ഉൾക്കൊണ്ടൊരു തറവാടാണ്. ഒരുപക്ഷെ ഈ ദേവാസുരവും രാവണപ്രഭുവും ഒക്കെ നമ്മൾ അറിയുമ്പോഴും അതറിയാത്ത ഒരുപാട് കലാകാരന്മാര് ഒരുപാട് കാലമായിട്ട് മുല്ലശ്ശേരി തറവാടിൽ വന്നു പോയതാണ്. ഈ മുല്ലശ്ശേരി വീടല്ല, അപ്പുറത്തായിരുന്നു വീട്. അതെ, അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരുപാട് കലാകാരന്മാര്, ഒരുപാട് പാട്ടുകാരും പാട്ട് സംവിധായകരും എല്ലാം. ബാബുരാജ് എന്ന് പറഞ്ഞൊരു വ്യക്തി, കോഴിക്കോട്ടുകാരൻ, താമസിച്ചിരുന്ന ഒരു വീട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതെ. പിന്നെ രാജുവേട്ടനെ ഏത് കാലത്തും പറഞ്ഞ മാതിരി പാട്ടുകാരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. രാജുവേട്ടൻ നന്നായി പാടുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് പാട്ടുകാരെ കൊണ്ട് എന്നും മുല്ലശ്ശേരി വീട് നിറഞ്ഞിരിക്കുന്ന കാലമായിരുന്നു പണ്ടേ. പിന്നെ പഴയ ജനറേഷനിലുള്ള സിനിമാക്കാരാണ്.